മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ വിയോഗ വാർത്ത അത് ഈ കുടുംബത്തെ മാത്രമല്ല നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്ന് തന്നെയാണ്. മാട്ടൂൽ സ്വദേശിയാണ്. ഇപ്പോൾ മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഇതെപ്പോഴാണ് നമുക്കിത് വിവരം ലഭിച്ചത്? അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ആദ്യം വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം ഒരു കുട്ടി ഞങ്ങളുടെ മുമ്പിലൊക്കെ കളിച്ചു വളർന്നിട്ടൊരു കുട്ടിയുടെ ഒരു വാർത്തയായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുമാണ് പിതാവ് അബ്ദുൽ ജബ്ബാർ. ഒരു നെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേട്ടിട്ടുള്ളത്. 2 മാസം മുമ്പാണ് ഈ വീട്ടിൽ, നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ ഇവർ താമസം ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് പഠിക്കാൻ പോവുകയും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ 2 മാസം കൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒക്കെ അറിയുന്നൊരു നല്ല കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ സുഹൃത്തിൻ്റെ മകൻ എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ പരിചയമുള്ള, എപ്പോഴും നല്ല സൗമ്യനായിട്ടുള്ള, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. നേരത്തെ ഇവർ വിദേശത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ വന്നു, നാട്ടിൽ പഠനം ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ താമസം ആരംഭിച്ചു. അതിനുശേഷം ആളാണ് ആലപ്പുഴയിലേക്ക് പോയിട്ടുള്ളത്. കുടുംബാംഗങ്ങളും നാട്ടുകാരൊക്കെ തന്നെ വളരെ നെട്ടലോട് കൂടിയാണ് വാർത്ത കേട്ടിട്ടുള്ളത്. രാവിലെ തന്നെ ഇത് വിശ്വസിക്കാനായിരിക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഇത് പരസ്പരം അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി, വാർത്ത ശരി തന്നെയാണോ എന്നുള്ള രൂപത്തിൽ പരസ്പരം നെട്ടലോട് കൂടി കേട്ട് ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയ, ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഖബറടക്കമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് 12 മണിയോടുകൂടി ആലപ്പുഴയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് രാത്രി 9 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വേദാംബര ജുമാ മസ്ജിദിൽ ഖബറടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടുകൂടി ഉച്ചയോടുകൂടി പിതാവ് നാട്ടിലെത്തിച്ചേരും. അതിനുശേഷം രാത്രിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഖബറടക്കാൻ ആവശ്യമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മുഹമ്മദിന്റെ പിതാവ് ഇപ്പോൾ എവിടെയാണ്? ഇപ്പം സൗദിയിലാണുള്ളത്. രാത്രിയോടുകൂടി അദ്ദേഹം നടന്ന് പുറപ്പെട്ട് 12:30 അദ്ദേഹം എറണാകുളത്ത് എത്തിച്ചേരും. നെടുമ്പാശ്ശേരിയിൽ എത്തിയതിനു ശേഷം ആലപ്പുഴയിൽ നിന്ന് ഇവരോടുകൂടി ഒന്നിച്ച് ഈ വീട്ടിൽ ഇങ്ങോട്ടേക്ക് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഠനത്തിലൊക്കെ മിടുക്കനായിരുന്നു. പറഞ്ഞ പോലെ നേരത്തെ നന്നായി പഠിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ ചെറിയ ക്ലാസ് മുതൽ, അപ്പോൾ അത് വിദേശത്തായിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ പഠിക്കുമ്പോഴും ഇപ്പോൾ പോയപ്പോഴും നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് ആ വിനയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇവന് ഒന്ന് രണ്ട് മാസം മുമ്പ് പോകുമ്പോൾ തന്നെ ഞങ്ങളോടൊക്കെ പഠനത്തിന് ആലപ്പുഴയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞു പോയ പയ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കത്തിലെ അവനെ സ്വന്തം നിലയിൽ, എനിക്ക് ഒരു ട്യൂഷൻ ഇല്ലാതെ വളരെ സ്വന്തം നിലയിൽ പഠിച്ച് ഉയരാൻ സാധിച്ചു. അവൻ്റെ ട്വിൻസാണ്, അവൻ്റെ ഒരു ഇരട്ട സഹോദരന്മാരുണ്ട്. അവർ തിരുവനന്തപുരത്താണ് ഒരാൾ പഠിക്കുന്നത്. അവർ ഇതറിഞ്ഞ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും നാടിന് വലിയ ദുഃഖം തന്നെയാണ് ഈ വാർത്ത. രാത്രി ചാനലുകളിലാണ് ആദ്യം നമ്മളൊക്കെ അറിയുന്നത്. ഒരു 2 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആക്സിഡൻറ്റ് രാത്രി 10 മണിക്കാണ് ന്യൂസോടുകൂടി അറിഞ്ഞിരുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊരു പയ്യൻ ഉള്ളത് ഒരു 2 മണിയോട് കൂടിയിട്ട് ചാനലിലൂടെയാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ ബന്ധുക്കളൊക്കെ അറിഞ്ഞു. രാത്രി തന്നെ എൻ്റെ ജ്യേഷ്ഠൻ മാറി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ജബ്ബാറിൻ്റെ സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ അബ്ദുസലാം, അവർ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടു. അവരിപ്പോൾ 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. നടപടിക്രമം ബന്ധുക്കളോടുകൂടി കൂടിയിട്ട് നടക്കും. തീർച്ചയായിട്ടും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്.